ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ ഇറങ്ങണത് ഇപ്പം ലാബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആഫ്റ്റർ ഫുഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണേ. ഞങ്ങളവിടെ ചെന്നപ്പം ഞങ്ങളുടെ ഒപ്പം തന്നെ വേറൊരു കൂട്ടർ വന്നിട്ടാ. അപ്പോൾ അവരാണ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയത്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കയറിയത്. ആ കുട്ടി 2-3 പ്രാവശ്യം നോക്കിയിട്ടും എനിക്ക് വെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തന്നെ ഓർത്തുപോയി രാവിലെ എടുത്ത വെയിനൊക്കെ ഇത് എവിടെ പോയെന്ന്. കൊച്ചാണെങ്കിൽ 2 കൈത്തണ്ടയിലും മാറി മാറി അടിയോടെ അടി, എന്നിട്ടും വെയിനും കിട്ടണ്ടേ. പിന്നെ അത് സക്സസ് ആയി, അതിന് വെയിൻ കിട്ടി. എൻ്റെ ബ്ലഡൊക്കെ എടുത്ത് അവർ കുപ്പിയിലൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സീമയാണ് ട്ടോ ഇരുന്നത്. അവളുടെ വെയിൻ കിട്ടിയിട്ട് ബ്ലഡ് വരണുണ്ടായിരുന്നില്ല. പിന്നെ അത് സിറിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിച്ചും മാറ്റിയൊക്കെ കുത്തി ബ്ലഡ് കിട്ടി. പിന്നെ ഞങ്ങൾ റിസൾട്ട് എപ്പോഴാണ് കിട്ടണതെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവൾക്ക് അയൽക്കൂട്ടത്തിൻ്റെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അയൽക്കൂട്ടത്തിൻ്റെ പൈസ അടച്ച് ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏഷ്യൻ പെയിൻറ്റ്സിൽ കയറി പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ തൃപ്പൂണിത്തുറയിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ പിള്ളേർക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് കുറച്ച് വേണമായിരുന്നു. ഇനി ചൂട് സമയമാണല്ലോ, അപ്പോൾ കുറച്ച് ലൂസുള്ള ഡ്രസ്സ് കൊടുത്തെങ്കിലേ അതുങ്ങൾ ഇടുള്ളൂ. അപ്പോൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാം, വീട്ടിലിടുന്ന ഡ്രസ്സ് വാങ്ങിക്കാമെന്നും പറഞ്ഞ് കൃഷ്ണയിൽ പോയിട്ടാണ്. അവിടെ നല്ല റിഡക്ഷൻ സെയിലാണേ. പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ 150 താഴേക്ക് ആയിട്ട് കിട്ടും കേട്ടോ. നിക്കറിനൊക്കെ 60-65 രൂപയൊക്കെ ഉള്ളൂ. അതുപോലെ ടോപ്പിനൊക്കെ ആണെങ്കിൽ 110-125. നല്ല ടോപ്പാണ്, നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടോപ്പുകളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് സമയമെടുത്ത് ക്ഷമയോടുകൂടി സെലക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതേ വന്ന് വീട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റൂലായിരുന്നു, കാരണം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് സെലക്ഷനും വീഡിയോ എടുക്കലും കൂടി നടക്കൂലായിരുന്നു. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നാളെ രാവിലെ ആയിരിക്കും കേട്ടോ വരണത്. അപ്പോൾ ഓക്കെ, ബൈ.